ബീഹാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. 130-ൽ കൂടുതൽ സീറ്റുകൾ NDA നേടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളുടെയും പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് 75 മുതൽ 105 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രശാന്ത് കിഷോറിന് കാര്യമായ നേട്ടമുണ്ടാക്കാനാകില്ല എന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടി. വെള്ളിയാഴ്ചയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒറ്റ ചോദ്യം, ഈ വെള്ളിയാഴ്ച അത് ഒരു ബീഹാറിലെ ഒരു NDA തരംഗമാകാനുള്ള ഒരു സാധ്യതയല്ലേ? വീണ്ടും ഒരു ഭരണ തുടർച്ച, അതല്ലേ ഈ എക്സിറ്റ് പോളുകളുടെ ഫലമെല്ലാം വിരൽ ചൂണ്ടുന്നത്? ജിഷ്ണു. അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബീഹാറിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ NDA ഭരണ തുടർച്ച നേടും എന്ന ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. എക്സിറ്റ് പോളുകളും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ജനങ്ങൾ എന്ത് വിധി എഴുതി എന്നറിയാൻ ഇന്നും നാളെയും 2 ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. 14-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രെൻഡ് എന്താണ് എന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനവിധിയുടെ ഒരു സൂചന എന്നുള്ള രീതിയിൽ പുറത്തു വന്നിട്ടുള്ള മുഴുവൻ എക്സിറ്റ് പോളുകളും, പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും NDAക്ക് മികച്ച വിജയമാണ്. അതായത് ഒരു 130-ന് മുകളിലേക്ക് 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭരണത്തിനാവശ്യമായുള്ളത് 122 അംഗങ്ങളാണ്. അതും കടന്നുകൊണ്ട് 130-ന് മുകളിലേക്ക് അംഗങ്ങൾ BJPയും JDUവും ലോക് ജനശക്തി പാർട്ടിയുമെല്ലാം നേതൃത്വം നൽകുന്ന NDAക്ക് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ബീഹാറിലെ ജനതയുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയായിരുന്നു. ബീഹാറിൽ വികസനം കൊണ്ടുവന്നവർക്കൊപ്പം അടിയുറച്ചു നിൽക്കും, സ്ഥാനാർത്ഥികളോട് എന്ത് വികസനം കൊണ്ടുവരുമെന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നായിരുന്നു ഓരോ വോട്ടർമാരും കർഷകരും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ ബീഹാറിൽ മാറ്റം കൊണ്ടുവന്ന NDAക്കൊപ്പം ജനങ്ങൾ അടിയുറച്ച് നിൽക്കും എന്നുള്ളതാണ് ആ ഗ്രൗണ്ട് റിപ്പോർട്ടും ഒപ്പം എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ജനാധിപത്യത്തിൻ്റെ വലിയൊരു കാര്യം എന്നുള്ളത് ജനങ്ങൾ എന്ത് തീരുമാനിച്ചു, അന്തിമമായി സാധാരണക്കാരായ അല്ലെങ്കിൽ ഓരോ വോട്ടർമാരുമാണ് വിധി എഴുതുന്നത്. ആ വിധി എന്തായിരിക്കും എന്നറിയുന്നതിന് 2 ദിവസം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാവും. പക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ 2014 ശേഷം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ബീഹാറിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ കഴിഞ്ഞിരുന്ന, രാജ്യത്തെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സംസ്ഥാനത്ത് റോഡ് വികസനം, ഗതാഗത സൗകര്യം, സാധാരണക്കാർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങി ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് ജീവിക്കുന്നതിന് എന്താണോ അടിസ്ഥാനപരമായി വേണ്ടത് അത് നൽകാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും, അതായിരുന്നു NDAയുടെ പ്രചാരണായുധം. ഡബിൾ എഞ്ചിൻ സർക്കാർ, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും സംസ്ഥാനത്തെ നിതീഷ് കുമാർ സർക്കാരും ബീഹാറിൽ മാറ്റം കൊണ്ടുവരികയാണ്. മാറ്റത്തിന്റെ തുടർച്ച വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, അതല്ലെങ്കിൽ പഴയ ജംഗിൾ രാജ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലായിരുന്നു NDA നടത്തിയത്. അതിനനുസൃതമായി ജനങ്ങൾ വിധി എഴുതിയെന്നാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥ വിധിക്ക് നമ്മൾ 2 ദിവസം കാത്തു നിൽക്കണം. ഒപ്പം ഇന്ത്യ മുന്നണി അവർ 100-ൽ താഴെ സീറ്റുകളിൽ തകർന്നടിയും എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അതിൽ പക്ഷേ RJD അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും എന്നും കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് റിപ്പോർട്ടുകളും അതുതന്നെയായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപാൽഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുമ്പോഴും നമ്മൾ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യ മുന്നണി ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പരമ്പരാഗത യാദവ വോട്ടുള്ള മണ്ഡലങ്ങളിൽ, അവിടങ്ങളിലെല്ലാം വളരെ ശക്തമായി RJD മുൻപോട്ട് വരും. പരമാവധി 65 മുതൽ 70 വരെ സീറ്റുകൾ RJD നേടും. പക്ഷേ ആ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലും പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ളത് സംശയമാണ്. ഇടതു പാർട്ടികൾക്കും കൂടുതൽ മുൻപോട്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് മുന്നണി എന്നുള്ള രീതിയിൽ മുന്നണിക്കുള്ളിൽ RJD ശക്തമാകുമ്പോഴും ഇന്ത്യ മുന്നണി 100-ൽ താഴെ സീറ്റുകളിൽ തകർന്നടിയും. അത് വരും ദിവസങ്ങളിൽ ആ മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും ബീഹാർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുമായിരിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോവുക എന്നാണ് നിലവിലെ സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ RJDക്ക് 45 സീറ്റുകൾ, ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്ന മേഖലയായിരുന്നു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പോയത്. അതായത് പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ, സമസ്തിപൂർ, ഇവിടങ്ങളിൽ തുടക്കം മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രചാരണം BJPയും JDUവും നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോകൾ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജനസഭ, കൂടാതെ നിതീഷ് കുമാർ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡുമായാണ് NDA ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത്തരത്തിൽ ബീഹാറിൻ്റെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. എന്തെല്ലാം പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കി, ഇനി ഭരണ തുടർച്ച ലഭിച്ചാൽ കർഷകർക്കും യുവാക്കൾക്കും
യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കും, അത്തരത്തിലൊരു വലിയ പ്രചാരണമായി NDA മുൻപോട്ട് പോയപ്പോൾ അതിനൊപ്പം ജനങ്ങൾ നിന്നു എന്ന് മനസ്സിലാക്കണം. ഒപ്പം മികച്ച പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം 121 മണ്ഡലങ്ങൾ, 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ 6-ാം തീയതി വോട്ടെടുപ്പിലേക്ക് പോയത്. അവിടെ 65% പോളിംഗ് രേഖപ്പെടുത്തി. ഇന്നലെ രണ്ടാം ഘട്ടത്തിൽ 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ വിധി എഴുതിയപ്പോൾ 68%-നടുത്തേക്കാണ് പോളിംഗ് എത്തിയിട്ടുള്ളത്. ബീഹാറിനെ സംബന്ധിച്ച് റെക്കോർഡ് പോളിംഗ് എന്ന് പറയണം. അത്തരത്തിലൊരു കൊടുങ്കാറ്റ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണോ, ഭരണമാറ്റത്തിനൊപ്പം തേജസ്വി യാദവിനൊപ്പം നിന്നോ എന്നറിയാൻ 2 ദിവസം കാത്തിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ചെറിയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് മുഴുവൻ മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൊണ്ടൊരു വലിയ പ്രചാരണം നടത്തിയിട്ടുള്ള പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. പരമാവധി ലഭിച്ചാൽ 1-2 സീറ്റുകൾ ലഭിക്കും. അതിനപ്പുറത്തേക്ക് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ ബീഹാറിൽ പ്രശാന്ത് കിഷോറിന് സാധിക്കില്ല. പക്ഷേ AIMIM അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 5-ലധികം സീറ്റുകൾ പിടിക്കും എന്നുള്ളതും ചില സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ വോട്ട് ചോർച്ചയായിരിക്കും അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുക. പ്രശാന്ത് കിഷോറും ശേഖരിക്കുന്നത് RJDയുടെയും കോൺഗ്രസിൻ്റെയും ഇടത് പാർട്ടികളുടെയും വോട്ടുകളാകും. അത് അവർക്ക് വലിയ ക്ഷീണം ചെയ്യും. ഏതായാലും ഈ 2 ദിവസങ്ങൾ ഇനി രാഷ്ട്രീയ വിലയിരുത്തലുകളുടെയും കണക്കുകൂട്ടലുകളുടെയും ദിവസമാണ്. നിലവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം ബീഹാർ നിൽക്കുമെന്ന പ്രതികരണമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനും പിറകെ NDA നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അശ്വതി. ജിഷ്ണു, അങ്ങനെ ബീഹാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. കാരണം 130-ൽ കൂടുതൽ സീറ്റുകൾ NDA നേടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളുടെയും പ്രവചനം.